നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി. ചാലക്കുടി ചായ്പൻ പീലാർമൊഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. പീലാർമൊഴി തെക്കൂടൻ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. തദ്ദേശപ്പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. 6 പ്രതികളുടെയും ശിക്ഷാവിധിയിൽ ഡിസംബർ 12-ന് വാദം നടക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. IT നിയമപ്രകാരം പൾസർ സുനി കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. നിലവിൽ ജാമ്യത്തിലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും. ജാമ്യം റദ്ദാക്കും. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി ചായ്പൻ പീലാർമൊഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. പീലാർമൊഴി തെക്കൂടൻ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു സുബ്രൻ. ഫാമിനടുത്ത് തോട്ടം തൊഴിലാളി ഗിരീഷിനെ ഓടിക്കുകയായിരുന്ന കാട്ടാന റോഡിലൂടെ വരികയായിരുന്ന സുബ്രന്റെ മുന്നിലെത്തി. തുടർന്ന് സുബ്രനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ചായ്പൻകുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ നാട്ടുകാർ ഓഫീസിൽ എത്തി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി. പലതവണ പ്രദേശത്ത് കാട്ടാന ആക്രമണമുണ്ടായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുകയാണെന്ന് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KT ജെയിംസ് പറഞ്ഞു. ചായ്പൻകുടി ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ 100 മീറ്റർ അകലെയാണ് ഇപ്പോൾ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ സുബരൻ എന്ന് പറയുന്ന ഒരു 75 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളെ ആന ചവിട്ടി കൊന്നു. പള്ളിയുടെ അടുത്തുനിന്ന് 100-150 മീറ്റർ, ഫോറസ്റ്റ് ഓഫീസിൽ 100 മീറ്റർ മാത്രം അകലെയുള്ള അടുത്താണ്. ഒരു 6 മാസം മുമ്പ് ചായ്പൻകുടി ഇതേ സ്ഥലത്ത് വെച്ച് ഒരാളുടെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മതിലിനോട് ചേർന്നുള്ള ഒരു 10-500 വാഴ നശിപ്പിച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് സമരം നടത്തിയ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അതിനുശേഷം ഇവർ ചിലപ്പോഴൊക്കെ അവിടെ പട്രോളിംഗ് നടത്തും. അത് കഴിഞ്ഞു, സമരം കഴിഞ്ഞു, പ്രശ്നം തീർന്ന രീതിയിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഫോറസ്റ്റുകാരുടെ ശ്രദ്ധ അവിടെ ഇല്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ വെട്ടിക്കുഴി ഭാഗത്ത് ഒരു പയ്യൻ വീട്ടിലേക്ക് കയറി ചേർന്ന് തൊട്ടു മുമ്പിൽ ആന നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടവൻ. നിരന്തരമായിട്ട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷിയും ഇതുപോലെ ഒരാൾ മരിക്കുന്ന തരത്തിലേക്ക് വരെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട തരത്തിലൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശ്രദ്ധ അവിടേക്കില്ല. ഈ മരിച്ച ആളെ എങ്ങോട്ട് പോയിരുന്നു? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കാനായിട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു 100-150 മീറ്റർ അകലെ ജംഗ്ഷനിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് സംഭവം ഉണ്ടാകുന്നത്. 75 വയസ്സ് പ്രായമുണ്ടാവും. തദ്ദേശപ്പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. ഇന്ന് രാവിലെ 9 മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1.32 കോടിയിലധികം വോട്ടർമാർക്കായി 15,432 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്.
480 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഇവിടെ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രാഫിയും ഉണ്ടാകും. 2 ഘട്ടങ്ങളിലായി പോളിംഗിന് 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയും 70,000 പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. മീഡിയ ടൈം, കൊച്ചി. ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ പെരിഞ്ഞനം ബ്ലോക്ക് ഡിവിഷനിൽ പര്യടനം നടത്തി. മതിലകം പള്ളിവളവിൽ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ജനജീവൻ സ്തംഭിപ്പിച്ച ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറുമ്പോ ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമാണ് കേരളത്തിലെ അമാനവർഷം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് 1% പോലും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ധാർമ്മികത അവർക്ക് ഇല്ല എന്ന് പറയുന്നത്. UDF നേതാക്കളായ KK ശോഭൻ, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, ഷിബു വർഗീസ്, TS ശശി, OA ജനറൽ, EM വിൻസെന്റ്, സുധാകരൻ മണപ്പാട്ട്, PR രാജേഷ്, അബ്ദു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല വിശ്വംഭരൻ, ലിസി വിൻസെന്റ് എന്നിവർ പര്യടനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹിർ പഴുപ്പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് വിത്ത് ഷാഹിർ എന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു ആഘോഷ പരിപാടിയായി മാറിയിരിക്കുകയാണ്. അത്രയും അതിഗംഭീരമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. UDF എന്തുകൊണ്ടും നമ്മുടെ ഈ കയ്പമംഗലം പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഭരണം പല വിധത്തിലുള്ള കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിരിക്കുന്ന ഈ സംസ്ഥാന ഭരണം, അതുപോലെ തന്നെ കേന്ദ്ര ഭരണവും ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മടുപ്പും ഉളവാക്കിയിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അതിന് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ കാത്തിരിക്കുകയാണ്. AICC സെക്രട്ടറി TN പ്രതാപൻ ജാഥ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, വാർഡ് സ്ഥാനാർത്ഥികളായ മണി ഉല്ലാസ്, KK സക്രിയ എന്നിവർക്ക് വേണ്ടിയും TN പ്രതാപൻ വോട്ടുകൾ അഭ്യർത്ഥിച്ചു. KB അനിൽകുമാർ, PA നജുമുദ്ദീൻ, PK റാസിക് എന്നിവർ സംസാരിച്ചു. പ്രചാരണ ജാഥയ്ക്ക് ദാസൻ പനക്കൽ, PM മജീദ്, KD രാജു, EA ഷെഫീഖ്, അനിൽ കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗുരുപൂജ, പ്രഭാഷണം, കലാപരിപാടികൾ, അന്നദാനം എന്നിവ നടന്നു. അരുൺ ശാന്തി, NS പ്രകാശൻ, KV വിൽസൺ, CK സതീശൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തുമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശാന്ത, വാർഷിക വരവ് കണക്കുകൾ അവതരിപ്പിക്കുന്ന സുഷിത, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗവും വെള്ളാങ്കല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള മിനി പ്രസിഡന്റ്, പ്രമേയം അവതരിപ്പിക്കുന്ന നിത്യ, അതേപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്താൻ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ഏരിയ കമ്മിറ്റിയുടെ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള MN പുരുഷോത്തമൻ, MN പങ്കജാശൻ എന്നിവർ തുടങ്ങി യോഗത്തിൽ സംബന്ധിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് PO വർഗീസ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ഏരിയ സെക്രട്ടറി മിനി പ്രസന്നൻ, യൂണിറ്റ് സെക്രട്ടറി ശാന്ത ദേവിദാസൻ, സുഷിത ശ്രീദേവി, ജയിനി, തമസ്യ P നാരായണൻ, MN പങ്കജാക്ഷൻ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി.
ചാലക്കുടി ചായ്പൻ പീലാർമൊഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. പീലാർമൊഴി തെക്കൂടൻ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. തദ്ദേശപ്പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.